ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യൻ റെയിൽവേക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ പല രൂപത്തിലായി പ്രചരിപ്പിക്കാൻ കുറേയായി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അറിയാം. ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് പെട്രോൾ ഒഴിച്ച് തീ വെച്ചതു മുതൽ വന്ദേ ഭാരതിന്റെ ജനൽ ചില്ലെറിഞ്ഞ് തകർത്തതുവരെയുള്ള അനേകായിരം സംഭവങ്ങൾ, അപ്പോൾ റെയിൽവേ ട്രാക്കിൽ കല്ലും മണ്ണും കൊണ്ടുവയ്ക്കുന്നതും കമ്പി അഴിച്ചിടുന്നതും ഒക്കെ വാർത്തകളിൽ ഇടം പിടിച്ച സംഗതികളാണ്. എന്താണിത് സംഭവിച്ചത്? റെയിൽവേക്ക് എന്താണ് കുഴപ്പം? തിരൂരിൽ നിന്നിട്ട് ഒരാൾ കല്ലെറിഞ്ഞത് പിടിച്ചിരുന്നു. ഇപ്പോ നവാഡയിലെ വന്ദേ ഭാരത് ട്രെയിന് നേരെ കല്ലെറിഞ്ഞ 12 പേരെ RPF അപ്പോൾ തന്നെ പിടികൂടി പൊക്കിയെടുത്തു. ബീഹാറിലെ നവാഡയിൽ കിയുൽഗയ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെയായിരുന്നു ആക്രമണം. ഇതില് ട്രെയിനിലെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ജസീദിഹ് വാരണാസി വന്ദേ ഭാരത് എക്സ്പ്രസ് വാരിസാലി ഗഞ്ച് കാശിച്ചക്കിടയിൽ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ഇപ്പോ അറസ്റ്റിലായവരുടെ കൂട്ടാളികളെയും ഉടൻ തന്നെ പിടികൂടുമെന്നാണ് RPF നവാഡ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജീവൻലാൽ റാം പറഞ്ഞത്. ട്രെയിന് നേരെ കല്ലേറ് നടത്തിയവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തുടരും. തീവണ്ടിക്ക് നേരെ കല്ലെറിയരുതെന്നും റെയിൽവേ ലൈനിൽ അനാവശ്യമായി കറങ്ങി നടക്കരുതെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിൽ RPF ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തീവണ്ടികൾ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേയും കേന്ദ്രീകരിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുതയാണ്. ഇന്നലെയാണ് മറ്റൊരു വാർത്ത നമ്മൾ കാണുന്നത്. തീവണ്ടി ജിഹാദ്. തീവണ്ടിയിൽ നിന്നും കൂട്ടമായി കാക്കമാരെടുത്ത് ചാടുന്നു. അവരുടെ ജീവൻ പോകും. ആരെ എന്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? എന്ത് സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്? മഹാരാഷ്ട്രയിലെ ജൽഗാവോണിലാണ് ട്രെയിൻ ജിഹാദ് എന്നായിരുന്നു ആദ്യം ഉയർന്നു വന്ന വാർത്ത. ട്രെയിനിനകത്ത് തീ പിടിച്ചു എന്ന ഒരു വ്യാജ പ്രചരണം എവിടെ നിന്നോ കാട്ടുതീ പോലെ പടർന്നു വരുന്നു. ഒരാളിൽ നിന്നും 9 പേരിലേക്കും 9 പേരിൽ നിന്നും 90 പേരിലേക്കും ദ്രുതഗതിയിൽ ഈ വാർത്ത പ്രചാരണം സൃഷ്ടിക്കുകയാണ്. ഈ വാർത്തയെ തുടർന്ന് ചിലർ ജീവരക്ഷാർത്ഥം എടുത്തു ചാടുന്നു. കാരണം ട്രെയിനിന് തീ പിടിച്ചാൽ ജീവൻ പോകും. ജാൽഗാവോണിലെ പരാണ്ട റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. ഒട്ടും ബാക്കിയുണ്ടാകില്ല. എടുത്തു ചാടിയാൽ ഒരു പക്ഷേ തല പൊട്ടും, അതല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ ഒടിയും, അതല്ലെങ്കിൽ നടു ഒടിയും. എന്നാലും ജീവന് ഹാനി ഉണ്ടാകില്ല. മരണത്തെ മുഖാമുഖം കണ്ട് ഭീതി തലച്ചോറിൽ മുഴുവനും നിറഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യം ഒരാൾ ചാടിയപ്പോൾ മറ്റുള്ളവരും പിന്നാലെ ചാടിയതാണോ, അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും സംഘടിതമായ ശ്രമമുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ റെയിൽവേ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പുഷ്പക എക്സ്പ്രസിൽ നിന്നും ഇങ്ങനെ ചാടിയ ആളുകൾ തൊട്ടടുത്ത് റെയിൽപാളത്തിലൂടെ വരികയായിരുന്ന കർണാടക എക്സ്പ്രസ് തീവണ്ടിയിൽ ഇടിച്ചു മരിക്കുകയായിരുന്നു. 8 പേര്. 8 11 പറയുന്നുണ്ട്. ശരി. വേറെ ഒരു തീവണ്ടി അടുത്ത പാളത്തിലൂടെ വരുന്ന അതേ സമയം നോക്കി തന്നെ ട്രെയിനിന് തീ പിടിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത പ്രചരിപ്പിച്ച് ഒരുപാട് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ട് റെയിൽവേയിലൂടെ ഇനിയും സഞ്ചരിച്ചാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ആരോ കരുതിക്കൂട്ടി ശ്രമിച്ചതാണോ എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംശയം. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ സമയത്ത് സ്വിറ്റ്സർലാൻഡിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇനി അവര് സ്വിറ്റ്സർലാൻഡിൽ അല്ലാന്നിരിക്കട്ടെ, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ഇവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ സംഭവത്തിന്? അവര് പറഞ്ഞോ? അവരാണോ പറഞ്ഞത് ട്രെയിനിന് തീ പിടിച്ചത്, നിങ്ങളെടുത്ത് ചാടിക്കൊള്ളാനെന്ന്? എവിടെ ആര് പറഞ്ഞാലും ആരുടെയെങ്കിലും ഒക്കെ മെക്കിട്ട് കയറുന്ന ഒരു രീതി. അവര് സ്വിറ്റ്സർലാൻഡിൽ പര്യടനം നടത്തുവാണ്. ഈ അപകടം സംഭവിച്ചത് ഇവിടെയാണ്. അവരിവിടെ ഉണ്ടെങ്കിലും അവർക്കിത് തടയാൻ പറ്റില്ല. ഇത് ഗൂഢാലോചനയാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. റെയിൽവേ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അപകടം സംഭവിച്ചത് കൊണ്ടുകൂടിയാണ് സാധാരണ എന്ത് അപകടമുണ്ടായാലും അവിടെ ഓടിയെത്തി
രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതോടൊപ്പം എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച ശേഷം മാത്രം മടങ്ങുന്ന ഒരു മന്ത്രി കൂടിയാണ് അശ്വിനി വൈഷ്ണവ്. റെയിൽവേയിൽ എന്തെങ്കിലും രൂപത്തിൽ ഒരു അപകടമുണ്ടായി, ഒരു പരാതി ഉണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, അത് എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരവും കൂടി ഉണ്ടാക്കിയിട്ട് മാത്രമേ അശ്വിനി മടങ്ങാറുള്ളൂ. പുലിക്കുട്ടിയാണ്. അതുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിനകത്ത് കല്ലും കമ്പിയും എടുത്തു വയ്ക്കുന്നവരും പാളം തെറ്റിക്കുന്നതിന് വേണ്ടി പഴത്തൊലി കൊണ്ടുവയ്ക്കുന്നവരെയും മൂടടക്കം പൊക്കിയെടുക്കുന്നതും റെയിൽവേക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അവരുടെ സ്ഥാവര ജംഗമം പൊക്കിയെടുത്തിട്ടാണെങ്കിലും നികത്തുന്നത് അതുകൊണ്ടാണ്. ആരാണ് ട്രെയിനിന് തീപിടിച്ചു എന്ന വ്യാജ വാർത്ത പരത്തിയത്? ഇത് കണ്ടുപിടിച്ചിട്ടല്ലാതെ താൻ വിശ്രമിക്കില്ല എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. ഈ ട്രെയിൻ അപകടത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയും സംശയം ഉണർത്തുകയാണ്. പാളത്തിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്നവരുടെ ചിത്രം പരമാവധി കാണിച്ചുകൊണ്ട് ഭീതിയും റെയിൽവേ മന്ത്രിയോട് വെറുപ്പും സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ ഇവിടെ നിന്നാണ് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കുപ്രചരണം മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിൽ ഇരിക്കുന്ന അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രിയേക്കാൾ അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്നും അവരെക്കാൾ നല്ലത് ലാലു പ്രസാദ് യാദവ് ആണെന്നുമുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ജഡ്ജിമാർ വിധിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ വീടുകളും ഏതാണ്ട് കോടതി മുറികളും. ഇതിനകത്തൊക്കെ ഗീർവാണമിറക്കുന്ന ആളുകൾ ജഡ്ജിമാരും വക്കീലന്മാരും ഒക്കെയാണല്ലോ. ഇത് ബോധപൂർവം അപകടമുണ്ടാക്കാൻ സൃഷ്ടിച്ച മറ്റൊരു ഗൂഢപദ്ധതിയാണ് എന്നും സംശയം ഉയരുന്നുണ്ട്. ഇതുവരെ പാളങ്ങളിൽ കല്ലേറോ അതല്ലെങ്കിൽ കല്ലോ ഇരുമ്പോ ഒക്കെ കൊണ്ടുവച്ച് ട്രെയിൻ പാളം തെറ്റിക്കുകയോ അതല്ലെങ്കിൽ ഇതുപോലെ വന്ദേ ഭാരതിന്റെ ജനൽ ചില്ല് എറിഞ്ഞ് തകർത്തതുപോലെ ജനൽ ചില്ല് എറിയുകയോ ഇതൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഇതിന്റെ പേരിലാണ് ഒരുപാട് ആളുകൾ ശിക്ഷിക്കപ്പെട്ടത്. അതുപോലെ കവച് എന്ന സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നതോടുകൂടി ട്രെയിനുകളുടെ കൂട്ടിയിടിയും ഒരു പരിധിവരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തീവണ്ടിയുമായി ചുറ്റിപ്പറ്റിയുള്ള പുതിയ പദ്ധതി. ഇന്ത്യയിലെ ഇത്തരം റെയിൽവേ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ആർക്കാണ്? മോദി സർക്കാരിനെതിരെ അഴിമതിയൊന്നും പ്രത്യേകമായിട്ട് ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് രാജ്യത്തെ ഇത്തരം റെയിൽവേ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന പ്രതീതി വരുത്തി തീർക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ സംവിധാനം പരാജയമാണ്, നരേന്ദ്രമോദി ഒരു പരാജയമാണ് എന്ന് വരുത്തി തീർക്കണം. നമ്മൾ കണ്ടതാണ് നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾ സംഘടിപ്പിക്കുന്ന NTA എന്ന സർക്കാർ സ്ഥാപനം, ഇന്ത്യൻ റെയിൽവേ, സുപ്രീം കോടതി ഇതിനൊക്കെ എതിരെ അവസരം കിട്ടുന്ന സമയത്തൊക്കെ വിമർശനങ്ങൾ ഉയർത്തുക വഴി സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ സാധാരണക്കാരനെ തിരിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇതൊന്നും നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന അഭിപ്രായം സാധാരണക്കാർക്കിടയിലേക്ക് കടത്തി വിടരുത്. കാരണം ഇവരൊക്കെ എന്തൊക്കെയോ അപാകതകളിലൂടെ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ ജീവൻ വെച്ചവർ പന്താടുകയാണെന്നും ജനങ്ങളിലേക്ക് ഇത്തരം ഒരു ആശയം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങളുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെ പൊളിക്കാൻ ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങളാണ് മോദി സർക്കാർ നടത്തുന്നത്. എല്ലാ മേഖലയും, റെയിൽവേ ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഗൂഢാലോചനകൾ എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ? ചില രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടായിരുന്നു എന്നും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നീറ്റിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ അടിക്കടി തീവണ്ടി അപകടങ്ങൾ നടന്ന ആ സമയത്തൊക്കെ അന്വേഷണത്തിൽ തന്നെയാണ് തീവണ്ടികൾ പാളം തെറ്റിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്ന് കണ്ടെത്തിയത്. തീവണ്ടി അപകടങ്ങൾ നടക്കുന്നതിന് പിന്നിൽ ആരാണ് എന്നും സംഘടിതമായ ശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നും NIA കണ്ടെത്തിയിരുന്നു. വന്ദേ ഭാരത് ട്രെയിനിന് നേരെയുള്ള കല്ലേറും ഇതുമായിട്ട് തന്നെയാണ് കൂട്ടി വായിക്കപ്പെടുന്നത്. ഓരോ മാസവും 40 കോടിയിലധികം ജനങ്ങൾ തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി റെയിൽവേയെയാണ് ആശ്രയിക്കുന്നത്. കൂടെ അപകടങ്ങൾ സൃഷ്ടിച്ച് സ്ഥിതി ഭയാനകമാക്കുകയും ജനങ്ങളുടെ മനസ്സുകളിലേക്ക് റെയിൽവേയെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന ഒരു മോശമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സന്ദേശം നൽകുകയും കേന്ദ്ര സർക്കാരും റെയിൽവേയും പൊതുജനങ്ങളും കൂടുതലും ജാഗ്രതയോടുകൂടി കേൾക്കേണ്ടുന്ന ചില വാർത്തകളാണിതൊക്കെ. നന്ദി.